America's the hero, can't you see? Spreading freedom and democracy. From sea to shining sea, we lead the way. ഒരു മനുഷ്യന്റെ മനസ്സ് പുറത്തുനിന്ന് മാറ്റാൻ കഴിയുമോ? 1950കളിൽ ഈ ചോദ്യം സയൻസ് ഫിക്ഷൻ ആയിരുന്നില്ല. അത് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ സീരിയസ് ആയി പരിഗണിച്ച ഒരു ഭയമായിരുന്നു. കോൾഡ് വാർ കാലത്ത് ലോകം 2 ഭാഗങ്ങളായി പിളർന്നിരുന്നു. ആണവായുധങ്ങൾ, രഹസ്യാന്വേഷണം, അവിശ്വാസം. പക്ഷേ CIA ഭയപ്പെടുത്തിയത് മറ്റൊന്നായിരുന്നു: ബ്രെയിൻ വാഷിംഗ്. കൊറിയൻ വാർ കഴിഞ്ഞ് തിരിച്ചു വന്ന ചില അമേരിക്കൻ സൈനികരുടെ പെരുമാറ്റത്തിൽ എന്തോ വ്യത്യാസമുണ്ടായിരുന്നു. ചില ഇന്റലിജൻസ് ഒഫീഷ്യൽസിനെ അത് അസ്വസ്ഥരാക്കി. ചിലർ അമേരിക്കക്കെതിരെ പ്രസ്താവനകൾ നടത്തി. മറ്റു ചിലർ അസാധാരണമായി കോപ്പറേറ്റീവ് ആയിരുന്നു. സോവിയറ്റ് യൂണിയൻ മനുഷ്യ മനസ്സ് നിയന്ത്രിക്കാൻ പഠിച്ചുവെന്നായിരുന്നു അന്ന് ചിലർ വിശ്വസിച്ചിരുന്നത്. തെളിവുകൾ വ്യക്തമായിരുന്നില്ല, പക്ഷേ ഭയം യാഥാർത്ഥ്യമായിരുന്നു. CIA ഡയറക്ടർ അലൻ ഡുള്ളീസ് ഒരു രഹസ്യ പദ്ധതി അപ്രൂവ് ചെയ്തു. അതിന്റെ പേര് MK അൾട്ര. ഒഫീഷ്യലി ഇത് ബിഹേവിയറൽ റിസർച്ച് പ്രോഗ്രാമായിരുന്നു. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം പുറത്തു വന്ന രേഖകൾ വ്യത്യസ്തമായൊരു ചിത്രം കാണിച്ചു. LSD, ഹിപ്നോസിസ്, സെൻസറി ഡിപ്രിവേഷൻ, സൈക്കോളജിക്കൽ കണ്ടീഷനിങ്, ഇവയൊക്കെയായിരുന്നു ആ ചിത്രങ്ങൾ. മനുഷ്യ മനസ്സിനെ ബാധിക്കാൻ കഴിയുന്ന വിവിധ മാർഗങ്ങൾ പരിശോധിക്കപ്പെട്ടു. ഇന്ന് ചരിത്രകാരന്മാർ പറയുന്നത് കോൾഡ് വാർ കാലത്തെ ഭീതിയും രഹസ്യ സംശയങ്ങളും എത്തിക്കൽ ബൗണ്ടറീസുകളും മങ്ങിയതാക്കുകയായിരുന്നു എന്നാണ്. കാരണം ഒരു രാജ്യം ഭയപ്പെടുമ്പോൾ അത് ചിലപ്പോൾ തന്റെ പ്രിൻസിപ്പിൾസ് പോലും മറന്നുകളയും. പിന്നീട് പുറത്തുവന്ന ചില രേഖകൾ പ്രകാരം ചില ആളുകൾക്ക് അവർ അറിയാതെയാണ് സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് നൽകപ്പെട്ടത്. CIA സേഫ് ഹൗസുകൾ ന്യൂയോർക്കിലും സാൻ ഫ്രാൻസിസ്കോയിലും ഉണ്ടായിരുന്നുവെന്ന് രേഖകൾ സൂചിപ്പിക്കുന്നു. ചിലർ ഡ്രിങ്ക്സ് വാങ്ങി സംസാരിച്ചു, ചിരിച്ചു, സന്തോഷിച്ചു. പക്ഷേ അവരിൽ ചിലർക്ക് പോലും ആ ഒരു രഹസ്യം അറിയില്ലായിരുന്നു. അവർ ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന്. പിന്നീട് CIA സമ്മതിക്കുകയുണ്ടായി. അൺവിറ്റിംഗ് ടെസ്റ്റിംഗ് നടന്നതായി. അതായത് അവര് പോലും അറിയാതെ ആ ഒരു ടെസ്റ്റിംഗ് നടന്നതായി. MK അൾട്ര എക്സ്പെരിമെന്റിൽ ഉപയോഗിക്കപ്പെട്ടവരിൽ ജയിൽ പുള്ളികൾ, സൈക്യാട്രിക് പേഷ്യന്റുകൾ, ഡ്രഗ് അഡിക്റ്റ് ആയവർ പോലും ഉണ്ടായിരുന്നുവെന്ന് റിസർച്ചേഴ്സ് പറയുന്നു. അവരിൽ ചിലർ പൂർണ്ണമായ ഇൻഫോംഡ് കൺസെന്റ് നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നുവെന്ന് വിമർശകർ പിന്നീട് ആരോപിക്കുകയുണ്ടായി. കോൾഡ് വാർ യുദ്ധകാലത്ത് നാഷണൽ സെക്യൂരിറ്റി എന്ന പേരിൽ എത്തിക്കൽ ബൗണ്ടറീസ് പലപ്പോഴും മങ്ങിപ്പോവുകയുണ്ടായി. ഒരുപക്ഷെ അതുകൊണ്ടാവാം ഈ കഥ ഇന്നും ആളുകളെ അസ്വസ്ഥരാക്കുന്നത്. കാരണം എക്സ്പെരിമെന്റ്സ് നടന്നു എന്നതിലുപരി ആർക്കൊക്കെയാണ് അവ നടന്നത് എന്നതാണ് കൂടുതൽ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഒരു പരീക്ഷണത്തിന് ഇരയാകുന്ന അവസ്ഥ. 1977 സെനറ്റ് ഹിയറിംഗ് സമയത്ത് പുതിയ രേഖകൾ കണ്ടെത്തപ്പെട്ടു. ഓർമ്മയിൽ നിന്നും മാഞ്ഞുപോയ വെട്ടികൾ, ആയിരക്കണക്കിന് പേജുകൾ. ആ രേഖകൾ റിവീൽ ചെയ്തത് MK അൾട്ര ഒരു ഐസൊലേറ്റഡ് പ്രൊജക്റ്റ് അല്ലായിരുന്നു എന്നാണ്. അതൊരു വലിയൊരു നെറ്റ്വർക്ക് ആയിരുന്നു. യൂണിവേഴ്സിറ്റികൾ, ഹോസ്പിറ്റലുകൾ, റിസർച്ച് ഫൗണ്ടേഷനുകൾ, ജയിലുകൾ, ഇവയിലെല്ലാം ആ ഒരു പരീക്ഷണം നടന്നിരുന്നു. ചില റിസർച്ചേഴ്സ് അറിഞ്ഞുകൊണ്ട് തന്നെ സഹകരിച്ചു. ചിലർക്ക് CIA ഇൻവോൾവ്മെന്റ് അറിയാമായിരുന്നു എന്നത് ഇന്നും ഡിബേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇതാണ് ഈ കഥയിലെ ഏറ്റവും ഡിസ്റ്റർബിംഗ് ഭാഗങ്ങളിലൊന്ന്. കാരണം സീക്രട്ട് പ്രോഗ്രാമുകൾ ഒരിക്കലും ഇരുട്ടിൽ മാത്രം നിലനിൽക്കില്ല. അതിന് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വേണം, പൈസ വേണം, എന്തിന് നിശബ്ദത വരെ വേണ്ടിവരും. 1953 ഫ്രാങ്ക് ഓൾസൺ
ഒരു അമേരിക്കൻ സയന്റിസ്റ്റ്. CIA ബന്ധപ്പെട്ട ബയോളജിക്കൽ റിസർച്ചിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നതായി രേഖകൾ പറയുന്നു. പിന്നീട് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന് അറിയാതെയാണ് LSD നൽകപ്പെട്ടതെന്നാണ്. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റം മാറിയതായി സഹപ്രവർത്തകർ പറഞ്ഞു. ആൻസൈറ്റി, കൺഫ്യൂഷൻ, ഭയം ഇതെല്ലാം ആ ഒരു സമയത്ത് അദ്ദേഹം പ്രകടിപ്പിച്ചതായി പറയുന്നു. പിന്നീട് രാത്രി സമയം ന്യൂയോർക്കിലെ ഒരു ഹോട്ടൽ റൂമിൽ വെച്ച് ഒരു ജനൽ വഴി ഫ്രാങ്ക് ഓൾസൺ താഴേക്ക് വീണു മരിച്ചു. അത് സ്യൂയിസൈഡായി രേഖപ്പെടുത്തി. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ചോദ്യങ്ങൾ ഉയർന്നു. അദ്ദേഹം മാനസികമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം മാനിപ്പുലേറ്റഡ് ആയിരുന്നു, അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ എന്തെങ്കിലും അറിയാമായിരുന്നു എന്നൊക്കെയായിരുന്നു. ഇന്നും അതെല്ലാം രഹസ്യമായിരിക്കുന്നു. 1973 CIA MK അൾട്രയുമായി ബന്ധപ്പെട്ട അനവധി രേഖകൾ നശിപ്പിച്ചു കളഞ്ഞു. ആ തീരുമാനത്തിന്റെ ഫലമായി ഈ കഥയുടെ വലിയൊരു ഭാഗം ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കപ്പെട്ടു. ചിലപ്പോൾ നമ്മളറിയാത്ത കാര്യങ്ങളായിരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ടവ. കാരണം നശിപ്പിക്കപ്പെട്ട ഫയൽസിനൊപ്പം സന്ദർഭങ്ങളും ഇല്ലാതായി. പേരുകൾ, പരീക്ഷണങ്ങൾ, മനുഷ്യൻ്റെതായിട്ടുള്ള കഥകൾ എല്ലാം നശിപ്പിക്കപ്പെട്ടു. MK അൾട്ര ഒരു കോൺസ്പിറൻസി തിയറി മാത്രമല്ല, അതിന്റെ ചില ഭാഗങ്ങൾ ഒഫീഷ്യലി ഗവൺമെന്റ് ഹിയറിംഗ്സിൽ സമ്മതിക്കപ്പെട്ടിരുന്നു. പക്ഷേ മുഴുവൻ സത്യം ഇന്നും അറിയില്ല. ചിലപ്പോൾ അറിയാൻ സാധിക്കാതെയായിരിക്കാം. ഇന്നും MK അൾട്ര ഒരു രഹസ്യമായി തുടരുന്നു.